വെൽക്കം ടു ജോളിസ് കൊലീന. ഇന്ന് ഞാനൊരു പോർക്ക് കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചുമട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും ഏകദേശം 250 ഗ്രാം ചെറിയ ഉള്ളി 2ആയിട്ടോ 3ആയിട്ടോ കട്ട് ചെയ്ത് 250 ഗ്രാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ചെറിയ ഉള്ളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞു നെടുകെ കീറിയ ഒരു 7-8 പച്ചമുളക്, അത് നമ്മുടെ ഏരിയ അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തേങ്ങാക്കൊത്തും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മിക്സിയിലടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഏകദേശം 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഏകദേശം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. കുരുമുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇതിന് മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കുരുമുളകാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഏകദേശം 1 കിലോയോളം പോർക്ക് ഇഞ്ചി ചതച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ മസാലക്കൂട്ടിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നേരത്തെ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പോരായെങ്കിൽ നമ്മൾ ഉള്ളിയും മറ്റു മസാലയൊക്കെ ഇട്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടുന്ന ഉപ്പും കൂടെ നമുക്കിപ്പോൾ ഈ കറിയിൽ കൂടെ ഒന്ന് ഇട്ട് യോജിപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം ആയി. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ഗ്രേവിയും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഓക്കേ.